കഴിഞ്ഞ പാർട്ടിൽ റാന്റെ ഫ്രണ്ട് അവൾ യാത്ര പോയിരിക്കുകയാണ് എന്ന് അറിഞ്ഞ ഹീറോ വീട്ടിലെത്തും. ശേഷം ഹീറോ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവളുടെ ഗിഫ്റ്റ് കാണാൻ വേണ്ടി എടുക്കാൻ പോയപ്പോൾ പെട്ടെന്ന് അവന് റാന്റെ ഡയറി കിട്ടുകയാണ്. അതിൽ അവളുടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ക്യാൻസർ ബാധിച്ച രോഗികളെ രക്ഷിക്കുക എന്നതായിരുന്നു. പക്ഷേ അച്ഛനെ കണ്ടതിന് ശേഷം അമ്മ തൻ്റെ കരിയർ ഉപേക്ഷിച്ച് കുടുംബ സന്തോഷത്തോടെ പോയിരുന്നു. പക്ഷേ ആ ഒരു സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. അച്ഛൻ്റെ ആദ്യത്തെ കാമുകിയെ കണ്ടുമുട്ടിയതിനാൽ അമ്മയെ ഡിവോഴ്സ് ചെയ്യാൻ തന്നെ തീരുമാനിച്ച്. എന്നാൽ അമ്മ പലപ്പോഴും എന്നോട് പറയുന്നുണ്ടായി, പ്രണയത്തിൽ വിശ്വസിക്കരുത്. എന്നാൽ എന്നെ പിന്തുടർന്ന ആദ്യത്തെ വ്യക്തി നോ ആയിരുന്നു. എൻ്റെ ഓരോരോ ചെറിയ വികാരങ്ങളെയും അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു കാർ അപകടത്തിൽപ്പെട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അന്വേഷിച്ചത് എന്നെയായിരുന്നു. ആ ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് അവന് വേണ്ടി ജീവിക്കാനായി തുടങ്ങി. മരണം വരെ അവനോടൊപ്പം എന്നും ഉണ്ടാകണമെന്ന് അവൾ ആ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. ആ ഡയറി വായിച്ച ശേഷം ഹീറോയ്ക്ക് ആകെ ഫീൽ ആവുകയാണ്. അങ്ങനെ റാന് വരാനുള്ള കാത്തിരിപ്പ് തുടങ്ങി. ഹീറോ അവൾക്കായിട്ട് പുതിയ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് ഹീറോ റാനും കൂടി വന്നിട്ട് അവളുടെ ഗിഫ്റ്റ് ഒരുമിച്ച് തുറക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പ് ദിവസങ്ങൾ കൂടി വരുന്നു. അപ്പോഴാണ് ടിവിയിൽ ആക്ടർ ലീവു പ്രഗ്നന്റ് ആണെന്നും കുഞ്ഞിൻ്റെ അച്ഛൻ കോടീശ്വരനായ ഹീറോയാണെന്ന് വാർത്ത കാണുന്നു. ആകെ കലിപ്പായ ഹീറോ അവൻ്റെ ആൾക്കാരെയും കൊണ്ട് അവളെ പിടിക്കാനായി പറയുകയാണ്. അന്നേരം ഡോറിൻ്റെ ബെല്ല് കേട്ടതും റാനായിരിക്കുമെന്ന് കരുതി ഓപ്പൺ ചെയ്യുമ്പോൾ അത് ലീവാണ്. ഹോസ്പിറ്റലായിരുന്നപ്പോൾ ആരെങ്കിലും പരത്തിയ അപവാദമാണെന്ന് പറഞ്ഞതും അവൾക്ക് പെട്ടെന്ന് വയറ് വേദനിക്കുകയും ഹീറോ അവളെ ബെഡിൽ കൊണ്ടുപോയി കിടത്തുന്നു. ഇന്ന് റാൻ വരുമെന്ന പ്രതീക്ഷയിൽ ലീവിനോട് അവൾ വന്നതിന് ശേഷം പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹീറോ താഴേക്ക് വരികയാണ്. ആ സമയത്ത് തന്നെ ലീവു അവളുടെ ഫോട്ടോ എടുത്ത് റാന്റെ ഫോണിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ ബെഡിൽ ഞാനാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. റാന്റെ ഫോണ് അവിടെ ഉള്ളതിനാൽ ആ മെസ്സേജിന്റെ സൗണ്ട് കേട്ട് ഹീറോ കാണുന്നു. എടുത്തു നോക്കുമ്പോൾ ലൂവിന്റെ ഫോട്ടോയും അതുപോലെ തന്നെ അവൾ അയച്ച ആ മെസ്സേജും കാണുന്നു. എന്നാൽ ലീവു ഇതിനു മുന്നേ നടന്ന എല്ലാ സംഭവങ്ങളിലും റാന് മെസ്സേജ് അയച്ചതും കൂടി അവൻ കാണുകയാണ്. റാന് എല്ലാം മനസ്സിലായതുകൊണ്ടായിരിക്കും പോയതെന്ന ദേഷ്യത്തിൽ ഹീറോ ലീവിനെ ഒരടി കൊടുത്തിട്ട് അവളുടെ വയറ്റിലുള്ള അവൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നു. റാന്റെ ഫ്രണ്ടായ ജിയെ കണ്ടുമുട്ടിയിട്ട് റാൻ പോകുന്നതിന് മുന്നേ നിന്നോട് എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിന്നെ കൊണ്ട് അവളെ കണ്ടെത്താൻ പോലും പറ്റില്ല. എന്നാൽ അവളുടെ ഒരു സംസാരത്തിൽ ഹീറോയ്ക്ക് ഡൗട്ട് വരികയും നിങ്ങളുടെ 3rd വെഡിങ് ആനിവേഴ്സറിക്ക് റാൻ ഗിഫ്റ്റ് തന്നിരുന്നില്ലേ, അതിലുണ്ടാകും നിങ്ങൾക്കുള്ള എല്ലാം ഉത്തരം പറഞ്ഞ് ജിയ പോകുന്നു. അതിനാൽ ഹീറോ വേഗം വീട്ടിലേക്ക് വന്ന് അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് റാന്റെ മരണ സർട്ടിഫിക്കറ്റ് ആണെന്നുള്ള കാര്യം അറിയുന്നത്. അത് കണ്ട് പൊട്ടിക്കരയുകയാണ്. ഹീറോയിനെ ആ സർട്ടിഫിക്കറ്റിലുള്ള കോണ്ടാക്റ്റിലേക്ക് വിളിച്ച് അപ്പോഴാണ് അറിയുന്നത് റാൻ ഡിസംബർ 12 തൊട്ട് മരിച്ചെന്നുള്ളത്. എന്നിരുന്നാലും ഹീറോ വിശ്വസിച്ചില്ല. അവളിപ്പോഴും എവിടെയോ ജീവനോടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും റാൻ ഫ്രണ്ടിനെ കാണുന്നു. എന്നാൽ ഫ്രണ്ട് ഒരുപാട് വൈകിപ്പോയി. അവൾ പോകുന്നതിന് മുന്നേ ഹീറോയ്ക്ക് നൽകാനായി ഒരു ലെറ്ററും നൽകുകയാണ്. അതിൽ നിങ്ങളുടെ സ്നേഹം യാഥാർത്ഥ്യമാണെന്നും ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പ്രണയിച്ചതിൽ എനിക്ക് ഖേദമില്ല. ഒരുപാട് നല്ല ഓർമ്മകളാണ് സമ്മാനിച്ചത്. ഈ ഓർമ്മകൾ മതി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ. എൻ്റെ അമ്മയുടെ അവസാന ആഗ്രഹം എനിക്ക് നിറവേറ്റണം. നിനക്ക് വേണ്ടി ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഞാൻ പോയതിനു ശേഷം എന്നെക്കുറിച്ച് ചിന്തിക്കരുത് എന്നാണ് അതിൽ അവൾ എഴുതി വച്ചിരിക്കുന്നത്. അത് വായിച്ച ഹീറോ അവിടെ തളർന്നു പോവുകയും അവിടെ നിന്ന് പൊട്ടിക്കരയുന്നു. ഇവിടെ ലൈവിൽ തന്നെക്കുറിച്ച് ന്യൂസിൽ വന്ന കാര്യം സത്യമാണ്. ഹീറോ ആണ് തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞതും ലൈവിലുണ്ടായ മിക്ക ആൾക്കാരും നീ എന്താണ് ദയനീയമായി അഭിനയിക്കുന്നത്, അദ്ദേഹത്തിന് വേറെ ഭാര്യയുണ്ട് എന്ന് പറഞ്ഞതിൽ അവൾ ആ ലൈവ് തന്നെ ഓഫ് ചെയ്യുന്നു. അപ്പോൾ അവിടേക്ക് ഹീറോ അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത വില്ല മറ്റൊരാൾക്ക് വിൽക്കുകയും അവർ വന്ന് ലീവിനോട് ഇവിടെ നിന്ന് ഇറങ്ങിത്തരണമെന്ന് പറയുന്നു. ശേഷം എല്ലാം നഷ്ടമായ ലീവ് ഹീറോയെ കണ്ട് നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവസാനമായി ഞാൻ വ്യക്തമായി പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. ഒരു രസത്തിന് വേണ്ടി നിന്റെ കൂടെ നിന്നു, അത് ഇതോടെ അവസാനിച്ചു എന്ന് പറഞ്ഞ് ഹീറോ പോയെങ്കിലും പിന്നാലെ ആൾക്കാർ ലൈവിൽ മോശമായി പറഞ്ഞതിന്
വേസ്റ്റ് എല്ലാം അവൾക്ക് മേലെ എറിയുന്നു. അതിനാൽ അവൾ അന്ന് രാത്രി ഹീറോ വാങ്ങിച്ചു കൊടുത്ത വിവാഹ ഡ്രസ്സ് ഇട്ട് മരിക്കുന്നു. റാൻ മരിച്ചത് താങ്ങാനാവാതെ ഹീറോ ഒരുപാട് മദ്യപിച്ചതിനാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും റാന്റെ ഫ്രണ്ടിനോട് ഒരു തവണയെങ്കിലും അവളെ കാണാൻ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ജിയ ഹീറോയെ കൂട്ടി റാൻ ഫ്രീസായി കിടക്കുന്ന ലാബോറട്ടറിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ സയന്റിസ്റ്റ് അവളെ കാണാനായിട്ട് അനുവദിച്ചില്ല. പകരം അവൾ ഫ്രീസാകുന്നതിന് മുന്നേയുള്ള CCTV ഫുട്ടേജ് ഹീറോയെ കാണിക്കുന്നു. എന്നാൽ അത് കണ്ടത് ഹീറോ അവരുടെ കാലിൽ വീണ് എങ്ങനെയെങ്കിലും കാണിച്ചു തരുമോ എന്ന് കെഞ്ചി ചോദിച്ചതിനാൽ ദയ തോന്നിയ സയന്റിസ്റ്റ് സമ്മതിച്ച് റാനെ കാണിക്കുന്നു. സത്യത്തിൽ റാൻ മരിച്ചിട്ടില്ല. ഈ ഒരു എക്സ്പെരിമെന്റ് സക്സസ് ആവണമെങ്കിൽ റാൻ എഴുന്നേൽക്കും. അത് കേൾക്കുന്ന ഹീറോ അതുവരെ താൻ ഇവിടെ ഉണ്ടായിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. അത് കേൾക്കുന്ന സയന്റിസ്റ്റ് ഷോക്കാവുകയാണ്. അങ്ങനെ നാളുകളും വർഷങ്ങളും കടന്നു പോകുമ്പോൾ ഹീറോ റാൻ എഴുന്നേൽക്കുന്നത് കാണാനായി ലാബോറട്ടറിയിൽ ഉണ്ടാകും. അങ്ങനെ കാത്തിരുന്ന് 50 വർഷം കഴിഞ്ഞ് റാന്റെ അമ്മയുടെ എക്സ്പെരിമെന്റ് സക്സസ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഹീറോ ആണെങ്കിൽ വയസ്സായി മുടിയെല്ലാം നരച്ചിരിക്കുന്നു. റാൻ കണ്ണു തുറന്നുള്ള കാര്യം ഹീറോയെ സയന്റിസ്റ്റ് അറിയിക്കുകയാണ്. ഫ്രീസ് പ്രൊജക്റ്റ് ലോകമെമ്പാടും അറിയുന്നു. ഇപ്പോൾ കാണിക്കുന്നത് വെഡിങ് ഡ്രസ്സ് ഷോപ്പിംഗ് ആണ്. അവിടെയാണ് റാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എന്നാൽ റാനെ കാണുമ്പോൾ 50 വർഷം മുന്നേ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. എന്നാൽ അവൾക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അന്നേരം ഷോപ്പിലേക്ക് ഒരു വയസ്സായ ഒരാൾ വരുന്നു. അത് മറ്റാരുമല്ല ഹീറോയാണ്. എന്നാൽ അവൾക്ക് ഹീറോയെ കണ്ട പരിചയം പോലില്ല. കട മാറി കയറിയ ഒരു വൃദ്ധനെ പോലെ പെരുമാറുകയും അവളുടെ ജോലിയുടെ തിരക്കിലേക്ക് പോകുന്നു. അങ്ങനെ അടിപൊളിയായ ഈ ഡ്രാമ ഇതോടെ അവസാനിക്കുന്നു.